ദേ അരി കൊണ്ടുവന്നിരിക്കുന്നു കുഞ്ഞെ, ഒന്നിങ്ങോട്ട് വേഗം വന്നേ. അമ്മേ, അയ്യോ ഇനി എവിടെയെല്ലാം പോണോന്നറിയോ, ഒന്നിങ്ങോട്ട് വേഗം വാ മണി. എവിടെ ആയിരുന്നു? ഓ ഒന്നും പറയണ്ട എന്റെ കുഞ്ഞെ, നേരം പോയി. ദേ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച്. 4 കഴിയോ? വെയിലില്ലാത്ത കാരണം നെല്ല് കുറച്ചേ പുഴിഞ്ഞുള്ളൂ. ഇനി 3 കൊടുക്കാനുണ്ട്. ഒന്നും പറയണ്ട. ഒന്ന് നല്ല അരിയാണോ? പിന്നെ ചീത്ത അരിയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അത് നല്ല കാര്യമായി പോയി. ചീത്ത അരി വാങ്ങിക്കാറില്ലല്ലോ. 2 അരി നല്ലതാണോ മകനാക്കി? അയ്യോ പിന്നെ ചീത്ത അരി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ നല്ല കാര്യമായി പോയി. ചീത്ത അരി വേറെ എവിടെ കൊടുത്താലും കണ്ടക്ടർ നല്ല അരിയെ ഞങ്ങൾ തരത്തുള്ളൂ. മതിയോ? ചീത്ത അരി ഞങ്ങൾ ഇവിടെ തരാറുണ്ടോ? വേറെ ആർക്ക് കൊടുത്താലും കൺട്രാക്ടർ അദ്ദേഹത്തിന് തരത്തില്ല. അത് നേരാ, നല്ല അരിയെ നമുക്കിവിടെ തരത്തുള്ളൂ. ഇവനേതാ? ഞങ്ങളോട് താമസിക്കുന്നതാ. അണ്ണൻ താമസിപ്പിച്ചിരിക്കുന്ന ആങ്ങുന്നേ. വേറെ കേൾക്കുന്ന ഒന്നും ശരിയല്ല. മാടനെ 6 മാസത്തേക്ക് ശിക്ഷിച്ചില്ലേ? ശിക്ഷിച്ചു. എന്ത് ചെയ്യാനാങ്ങുന്നേ? ഇവളിപ്പോഴെങ്ങും വീട്ടുകാരേക്ക് പോകാറില്ലേ? മണി എന്തോ? അയ്യോ ഞങ്ങൾക്ക് തൃപ്തിയായ എന്റെ കൊച്ചമ്മേ. കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേരെ അടുക്കള ജോലിക്ക് നിർത്തിയാലേ അത് പെശക. പങ്കജാജിക്ക് എന്നെ പറ്റി എങ്ങനെയാണ് ധാരണ? ഞാൻ വെറും 1000 രൂപ കൊണ്ട് കോൺട്രാക്ട് പണി തുടങ്ങി ഈ നിലയിൽ വളർന്നവനാണ്. അവിടുത്തെ കാര്യം മോശമായി പറയത്തില്ല. ഇവിടെ ജോലിക്ക് നിർത്തിയിട്ടുള്ള പെമ്പിള്ളേരെ എല്ലാം നല്ല നിലയിൽ വേണ്ട വകയും കൊടുത്ത് അയച്ചിട്ടുമുണ്ട്. അതെല്ലാരും പറയുന്നുണ്ട്. എന്നാ അവളെ ഇവിടെ നിർത്തിയേക്കൂ. എനിക്ക് കൊച്ചിനെ നോക്കാൻ ഒരാൾ വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചിക്കാറുണ്ടെങ്കിൽ ആലോചിച്ചോളൂ. ഞങ്ങൾ അകത്തേക്ക് പൊക്കോളാം. ഞാനിവിടെ ജോലിക്ക് നിൽക്കട്ടെ ചേച്ചി. നമുക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞാ പോരെ. ഞാനവിടെ താമസിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കും ചേച്ചിക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ പഴയതുപോലെ എന്തെങ്കിലും വിഷമങ്ങൾ വരാം. ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വന്നുകൂടാ. അങ്ങനെ ഒരാളൊഴിച്ച് നിന്നെ കണ്ടുമുട്ടിട്ടുള്ളവരെല്ലാം നിന്റെ ശരീരത്തിന് സൗന്ദര്യമേ കണ്ടിട്ടുള്ളൂ. അതാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം. ഈ വീട്ടുകാരെങ്ങനെയാ ചേച്ചി? തെറ്റായിട്ടൊന്നും കേട്ടിട്ടില്ല. എന്നാൽ അണ്ണൻ വരുന്നവരെ ഞാനിവിടെ ജോലിക്ക് നിന്നോളാം. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ. ഇനി നാളെ വേറെ ഡാൻസ് പഠിപ്പിച്ചു തരാം കേട്ടോ. എന്തോന്നാ ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ ബഹളമാണല്ലോ. മോളെ മണി, പിള്ളേർക്ക് പാലോ മറ്റോ കൊടുത്തോ? ഇല്ല. എന്നാ വല്ലതും കൊടുക്ക് ഉറങ്ങുന്നതിന് മുൻപ്. ഞങ്ങൾ ഇന്ന് നാട്ടിൽ വരെ ഒന്ന് പോവുകയാണ്. ഇവിടെ മറ്റു വേലക്കാരൊക്കെ ഉണ്ടല്ലോ. നിനക്ക് ഇവിടെ കഴിഞ്ഞുകൂടെ? കഴിഞ്ഞോളാം. ലതികയും നമ്മുടെ കൂടെ പോരട്ടെ. അത് അസൗകര്യമല്ലേ? ഒരു അസൗകര്യവുമില്ല. കുട്ടികളെ കൊണ്ടുപോകണ്ട, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നിന്റെ ഇഷ്ടം. നീയും കൂടെ പോരെ, സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യാം. കൊച്ചമ്മയുടെ ഇഷ്ടം. നാളെ ഉച്ച കഴിഞ്ഞ് പോകാം. സന്ധ്യ കഴിയുമ്പോൾ അവിടെ എത്തുമല്ലോ. മുറിയൊക്കെ ഇണക്കിയിട്ടുണ്ടല്ലോ? ഉണ്ട്. കാറിന്റെ പുറയില് ഒരു വീഞ്ഞപ്പെട്ടിയും കുറെ സാധനങ്ങൾ ഇട്ടുണ്ട്. ഡ്രൈവർ എടുത്തോണ്ട് വരുന്നു. അകത്തേക്ക് വെച്ചത്. കുട്ടികളെവിടെ? അവരുറങ്ങി.
അപ്പോ നിന്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കയറിയിട്ട് പോവാം. രസമില്ല. പിന്നെ അങ്ങോട്ട് ലതികയോട് വരുന്ന ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാ. ലതിക എവിടെ ഇരിക്കും, ഞങ്ങൾ തിരിച്ചു വരുമ്പോ കയറ്റിക്കൊണ്ട് പോകാം. അത് ശരിയാണ്. നീ അകത്തേക്കിരിക്ക. ആ, ഞങ്ങൾ പോയിട്ട് വേഗം തിരിച്ചു വരാം. ശങ്കരപ്പിള്ള, എന്തോ ഈ പെൺകുട്ടി അകത്തേക്ക് ഇരിക്കട്ടെ. ഞാൻ പോയിട്ട് തിരിച്ചു വരാം. ഓ, ഒരു കാര്യം മറന്നു. അതാ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം. കുഞ്ഞ് വന്നാട്ടെ. ഇതാരുടെ വീടാണ്? ഇത് വീടല്ല, TV ആണ്. വന്നാട്ടെ, അദ്ദേഹം എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശങ്കരപ്പിള്ളേ, ആ കോൺട്രാക്റ്റും ഭാര്യയും പോയോ? പോയി. അതെല്ലാം എടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. ഒന്ന് മുഖം കഴുകണം. അങ്ങോട്ട് ചെന്നിരിക്കെ. അയ്യോ, എന്നെ എന്തിനാ ഈ മുറിയിൽ എടുക്കുന്നത്? എഞ്ചിനീയർ അദ്ദേഹം കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ സ്വന്തം ആളല്ലയോ? കുഞ്ഞിവിടെ ഇരുന്ന് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വിളമ്പി അങ്ങ് കൊടുക്ക്. അതുവരെ ഇവിടെ ഇരിക്കാം. അങ്ങനെയാ പറഞ്ഞിട്ട് പോയത്. ഇങ്ങോട്ട് വാ കുഞ്ഞേ. ശങ്കരപ്പിള്ള പോയിക്കോളൂ. ആ കഥവ് ചാരിയിക്കണം. എന്താ പേര്? ലതിക. നീ എന്താ പേടിച്ച് നിൽക്കുന്നത്? നീ അടുത്ത് വാ, ഈ കുപ്പി ഒന്ന് പൊട്ടിക്കേ. നീ കോൺട്രാക്ടറുടെ വീട്ടിൽ ജോലിക്കാരിയല്ലേ? നിന്നെ അയാൾ വിളിച്ചോണ്ട് വന്നതല്ലേ? നീ എത്ര സുന്ദരിയാണ്. നിനക്ക് വേലയ്ക്ക് നിൽക്കാൻ ഇടവന്നല്ലോ. ആ ബീർ പൊട്ടിക്കും. എനിക്കറിയാൻ വയ്യ. സോഡ തുറക്കുന്നത് പോലെ ഓപ്പണർ എടുത്ത് തുറക്ക. തുറക്ക്. മണ്ടി, നിനക്ക് തുറക്കാൻ അറിയില്ല. അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എനിക്ക് വിളമ്പിത്തരാമല്ലോ.